കവാടത്തിന് മുന്നിലും പ്രതിഷേധിക്കുകയായിരുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് പ്രവർത്തകർ കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അതേസമയം ഡോക്ടർ KS അനിൽകുമാർ അദ്ദേഹം നേരത്തെ തന്നെ സർവകലാശാല ക്യാമ്പസിനകത്തെത്തി. രജിസ്ട്രാർ ഓഫീസ് മുറിയിൽ അദ്ദേഹം പ്രവേശിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുള്ള VC-യുടെ ഉത്തരവ് നിലനിൽക്കുകയാണ്. അദ്ദേഹം ക്യാമ്പസിനകത്ത് പ്രവേശിക്കരുത് എന്ന നിർദ്ദേശവും നിലനിൽക്കുകയാണ്. അദ്ദേഹം ക്യാമ്പസിനകത്തെത്തി രജിസ്ട്രാർ ചുമതലയിലേക്ക് വന്നിരിക്കുന്നത്. അതേസമയം താൽക്കാലികമായി രജിസ്ട്രാർ ചുമതല VC കൈമാറിയ മിനി കാപ്പൻ പക്ഷേ ഇതുവരെ ചുമതല ഏറ്റെടുക്കാൻ എത്തിയിട്ടില്ല. അവർ ക്യാമ്പസിനകത്തുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. വിവരങ്ങളുമായി ജിബിൻ JB തുടരുന്നുണ്ട്. ജിബിൻ, എന്താണിപ്പോൾ സ്ഥിതി? സമയം 12 മണി കഴിഞ്ഞിരിക്കുന്നു. ഈ മിനി കാപ്പൻ എന്തുകൊണ്ടാണ് ചുമതല ഏറ്റെടുക്കാത്തത്? അതോ അവർ പിൻവാങ്ങുകയാണോ? ഇപ്പോഴും പ്രതിഷേധമുണ്ടോ? ദിഗേഷ്, ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് മുൻവശത്തുണ്ടായിരുന്ന പ്രതിഷേധത്തിന് ഒരു അയവ് വന്നിരിക്കുകയാണ്. പ്രവർത്തകരൊക്കെ ഈ പ്രതിഷേധം കഴിഞ്ഞ് പിന്തിരിഞ്ഞു പോകാനുള്ള ഒരുക്കത്തിലാണ്. പക്ഷേ യൂണിവേഴ്സിറ്റി അകത്ത് ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. കാരണം നേരത്തെ അനിൽകുമാർ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറിന്റെ ഓഫീസിലേക്ക് എത്തി അദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ VC ആ ചുമതല നൽകിയിരിക്കുന്നത്, അതിന്റെ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് മിനി കാപ്പനെ രജിസ്ട്രാറായി ചുമതല ഏൽപ്പിച്ചു എന്ന തരത്തിലാണ് അദ്ദേഹം ഒരു കുറിപ്പൊക്കെ പുറത്തിറക്കിയത്. പക്ഷേ ഈ മിനി കാപ്പനെ ഇതുവരെ അധികാരം ഏറ്റെടുക്കാനായി രജിസ്ട്രാറിന്റെ ഓഫീസിലേക്ക് എത്തിയിട്ടില്ല. അവർ ഇപ്പോൾ നിലവിലുള്ളത് യൂണിവേഴ്സിറ്റിക്ക് അകത്ത് പ്ലാനിംഗ് ഡയറക്ടറുടെ ഓഫീസിലാണ്. ഇവർ മിനി കാപ്പന്റെ നിലവിലെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, പദവി എന്ന് പറയുന്നത് പ്ലാനിംഗ് ഡയറക്ടറാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ. അവർ ആ ഓഫീസിന്റെ അകത്താണുള്ളത്. പക്ഷേ അനിൽകുമാർ എന്ന് പറയുന്ന രജിസ്ട്രാർ അനിൽകുമാർ ഇപ്പോൾ രജിസ്ട്രാറിന്റെ ഓഫീസിനകത്ത് തന്നെയുണ്ട്. കാരണം അദ്ദേഹം നേരത്തെ സിൻഡിക്കേറ്റ് പറഞ്ഞതുപോലെ തന്നെ സിൻഡിക്കേറ്റ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ VC സസ്പെൻഷൻ നൽകിയ അനിൽകുമാറിനെ തിരിച്ചെടുത്തിരിക്കുന്നത് സിൻഡിക്കേറ്റാണ്. അതുകൊണ്ട് സിൻഡിക്കേറ്റിന്റെ തീരുമാനം മറികടന്ന ഒരു തീരുമാനത്തിലേക്ക് VCക്ക് എത്താൻ സാധിക്കില്ല എന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരത്തെ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ആകണം രജിസ്ട്രാർ അതിനുശേഷം യൂണിവേഴ്സിറ്റിക്ക് അകത്തേക്ക് എത്തി ചുമതല ഏറ്റെടുത്ത് അദ്ദേഹത്തിന്റെ മുറിയിൽ കയറുകയും ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ രജിസ്ട്രാറായിട്ടുള്ള അനിൽകുമാർ അദ്ദേഹത്തിന്റെ മെഡിക്കൽ ആവശ്യത്തിനായി ഒരു ലീവ് സമർപ്പിച്ചിരുന്നുവെങ്കിലും VCയുടെ താൽക്കാലിക ചുമതലയുണ്ടായിരുന്നവർ പറഞ്ഞത് സസ്പെൻഷനിൽ തുടരുന്ന ഒരാളുടെ മെഡിക്കൽ ലീവ് എങ്ങനെയാണ് പരിഗണിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷമാണ് ഈ രജിസ്ട്രാറുടെ ചുമതല മിനി കാപ്പന് നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് കൂടി രജിസ്ട്രാർ മോഹൻ കുന്നുമൽ ഇറക്കുകയും ചെയ്തത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, സർവകലാശാല ആസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഇനിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവർ ക്രമസമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DGPക്ക് ഒരു കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്രയും വലിയൊരു പോലീസ് വിന്യാസം കൂടി യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ ഉണ്ടാകുകയും ചെയ്തത്. ഇതിന്റെയൊക്കെ ഇടയിൽ കൂടിയാണ് മിനി കാപ്പൻ ഇനി യൂണിവേഴ്സിറ്റി രജിസ്ട്രാറിന്റെ ചുമതല ഏൽക്കാൻ ഓഫീസിലേക്ക് എത്തുമോ എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അനിശ്ചിതത്തിൽ നിൽക്കുന്നത്. നിലവിൽ രജിസ്ട്രാറിന്റെ ഓഫീസിന്റെ അകത്തുള്ളത് അനിൽകുമാറാണ്. മിനി കാപ്പൻ ഇരിക്കുന്നത് അവരുടെ ഇപ്പോൾ നിലവിലെ ചുമതലയായിട്ടുള്ള പ്ലാനിംഗ് ഡയറക്ടറുടെ ഓഫീസിൽ തന്നെയാണ് മിനി കാപ്പനുള്ളത്. അവർ ഇനി ഇങ്ങോട്ടേക്ക് എത്തുമോ എന്നുള്ള ഒരു കാര്യം മാത്രമേ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നുള്ളൂ. ഇവിടെ ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങളൊക്കെ നിലവിൽ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ പ്രതിഷേധക്കാരുടെ ചേട്ടാ, പ്രതിഷേധം ഇപ്പോൾ എങ്ങനെയാണ്? അവസാനിച്ചിരിക്കുകയാണോ? എന്തായാലും പ്രതിഷേധവുമായി ഇപ്പോൾ പ്രവർത്തകർ ഈ യൂണിവേഴ്സിറ്റി ഗേറ്റിന് മുന്നിൽ തന്നെയുണ്ട്. അവർ പൂർണ്ണമായി പിന്തിരിഞ്ഞു പോയിട്ടില്ല. അല്പസമയത്തിനകത്ത് തന്നെ SFIയുടെ ഒരു രാജ്ഭവൻ മാർച്ച് കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് കൂടി ആയിരിക്കണം പ്രവർത്തകർ പോകുന്നത്. എന്തായാലും യൂണിവേഴ്സിറ്റിക്ക് മുൻപിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ സമാധാനപരമാണ്. പ്രവർത്തകർ ആരും തന്നെ ഇങ്ങോട്ടേക്ക് മാർച്ചുമായി എത്തിയ DYFI പ്രവർത്തകർ ഇപ്പോൾ ഈ ബാരിക്കേഡോ ഗേറ്റോ മറികടന്നുകൊണ്ട് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിനകത്തേക്ക് ആരും പിൻവാങ്ങി നിൽക്കുന്നത്. അവർക്ക് അവരുടെ ഭാഗത്തു നിന്ന് ന്യായം, അല്ലെങ്കിൽ VCയുടെ താൽക്കാലിക ചുമതലയുള്ള തോമസ് നൽകിയ ഉത്തരവ് അവരുടെ കൈവശമുണ്ടല്ലോ, അവർ ഈ ചുമതല ഏറ്റെടുക്കണമെന്നത്. അതോ നിലവിലെ ഈ സാഹചര്യങ്ങൾ, സംഘർഷാവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ, അങ്ങനെ പലവിധ കാരണങ്ങളാൽ അവർ തൽക്കാലം ചുമതല ഏറ്റെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനമെങ്ങാനുമുണ്ടോ? ദിഗീഷ്, ഈ മിനി കാപ്പന്റെ തീരുമാനം എന്താണ് എന്ന് സംബന്ധിച്ച് നമുക്കൊരു നിലവിലൊരു വ്യക്തത വന്നിട്ടില്ല. കാരണം നേരത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആരാണ് ഇവിടെ അധികാരത്തിൽ ഇരിക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത് സിൻഡിക്കേറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ അവർ റദ്ദാക്കുകയും ചെയ്തത്. സിൻഡിക്കേറ്റിന്റെ തീരുമാനപ്രകാരം അനിൽകുമാർ തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് VCക്ക് മറ്റൊരാളെ ആ ചാർജ് ഏൽപ്പിച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്, ആ നിലപാട് തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോഴും തുടർന്നു പോകുന്നത്. കാരണം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ആവാം
മിനി കാപ്പൻ ഈ രജിസ്ട്രാറിന്റെ ചുമതല ഏറ്റെടുക്കാൻ ഇങ്ങോട്ടേക്ക് എത്താത്തത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല മിനി കാപ്പൻ അത്തരത്തിൽ ചുമതല ഏറ്റെടുക്കാൻ രജിസ്ട്രാറിന്റെ ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് കേരള യൂണിവേഴ്സിറ്റിക്ക് മുമ്പിൽ വീണ്ടും ഒരു വലിയ സംഘർഷാവസ്ഥയും അനിശ്ചിതത്വമൊക്കെ ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനായിരിക്കണം മിനി കാപ്പൻ നിലവിൽ ഈ രജിസ്ട്രാറിന്റെ ചുമതല ഏറ്റെടുക്കാൻ വരാത്തത്. കാരണം അവർ പ്ലാനിംഗ് ഡയറക്ടർ കൂടിയാണ് കേരള യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി തന്നെ അവർക്ക് അതൊരു പ്രതിഷേധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ഭാവിയും കൂടി ഇതിൽ പ്രശ്നമാകുന്നതുകൊണ്ട് ആ ഒരു അനിശ്ചിതത്വം കൂടി നിലനിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഈ മിനി കാപ്പൻ ഈ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറിന്റെ ചാർജ് ഏറ്റെടുക്കാൻ ഇങ്ങോട്ടേക്ക് എത്താത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇവരെ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറിന്റെ താൽക്കാലിക ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് VC ആണ്. അതുകൊണ്ട് VC നൽകിയ ഉത്തരവ് ലംഘിച്ചു കഴിഞ്ഞാൽ മിനി കാപ്പനെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ള ഒരു കാര്യം കൂടി ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ മിനി കാപ്പൻ യൂണിവേഴ്സിറ്റിക്ക് അകത്തുണ്ടായിട്ടും പ്ലാനിംഗ് ഡയറക്ടറുടെ ഓഫീസിനകത്തുണ്ടായിട്ടും അവർ രജിസ്ട്രാറിന്റെ ചുമതല ഏറ്റെടുക്കാൻ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദിവിഷ്, ശരി, ജിബിൻ ജെബിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സർവകലാശാലയിൽ നിലവിൽ അന്തരീക്ഷം സമാധാനപൂർവ്വമാണ് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം നേരത്തെ ASFന്റെ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്നതാണ് ഒരു വിൻഡോയിൽ പ്രേക്ഷകർ കാണുന്നത്. അതിന് മറ്റൊന്നിൽ നേരത്തെ SFI പ്രവർത്തകർ കവാടത്തിന് മുന്നിൽ പ്രതിഷേധിച്ചപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതാണ്. ഇപ്പോൾ സർവകലാശാല ക്യാമ്പസിനകത്ത് എല്ലാം ശാന്തമാണ്. ഒരു ക്യാമ്പസിന് പുറത്ത് SFIയുടെ കുത്തിയിരുന്ന പ്രതിഷേധമൊക്കെ ഉണ്ടായി. ഇപ്പോൾ രാജ്ഭവനിലേക്ക് കൂടി ഒരു മാർച്ച് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രവർത്തകർ അങ്ങോട്ടേക്ക് പോകാനാണ് സാധ്യത. പക്ഷെ അപ്പോഴും ഈ പദവി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അവ്യക്തത തുടരുന്നു. ഡോക്ടർ KS അനിൽകുമാർ VCയുടെ അല്ലെങ്കിൽ രാജ്ഭവന്റെ നിർദ്ദേശപ്രകാരം VC എടുത്ത തീരുമാനത്തിൽ ചുമതലയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് ഡോക്ടർ KS അനിൽകുമാർ. പക്ഷെ അദ്ദേഹം ക്യാമ്പസിലെത്തി രജിസ്ട്രാറുടെ ഓഫീസിൽ പ്രവേശിച്ചിരിക്കുന്നു. രജിസ്ട്രാറുടെ താൽക്കാലിക ചുമതല മിനി കാപ്പനാണ് നൽകിയിരിക്കുന്നത് VC. പക്ഷെ മിനി കാപ്പൻ ഇതുവരെ ഈ ചുമതല ഏറ്റെടുക്കാൻ എത്തിയിട്ടില്ല. അവർ കൂടി രജിസ്ട്രാറുടെ ഓഫീസിലെത്തിയാൽ എങ്ങനെയാണ് പോലീസ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാമെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിയമപരമായി ഏതാണ് നിലനിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. സിൻഡിക്കേറ്റ് പറയുന്നത് സിൻഡിക്കേറ്റിനാണ് സർവകലാശാല ചട്ടങ്ങളനുസരിച്ച് സിൻഡിക്കേറ്റിനാണ് അതിൻ്റെ പൂർണ്ണമായ അധികാരം ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ എന്നതാണ്. പക്ഷേ VCയുടെ നിലയ്ക്ക് തനിക്ക് അതിൻ്റേതായ അധികാരമുണ്ടോ? ഓരോ റൂളുകൾ തിരഞ്ഞുപിടിച്ച് രണ്ടുപേർക്കുമുള്ള അധികാരങ്ങളെ സൂചിപ്പിക്കുന്നു. ഇത് കോടതിയിലെത്തുമ്പോഴും കോടതി പറഞ്ഞത് അത് ഇതുമായി ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ എന്നൊരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പക്ഷേ ഇതൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരു സർവകലാശാലയാണ്, നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാല. ദേശീയ തലത്തിൽ നോക്കിയാലും ഭേദപ്പെട്ട നിലവാരമുള്ള സർവകലാശാല. പക്ഷേ അവിടെ ഇത്തരം സംഘർഷങ്ങൾ പതിവാകുന്നത് വലിയ തോതിൽ കുട്ടികളുടെ അക്കാദമിക കാര്യങ്ങളെ ബാധിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. ക്യാമ്പസിന് അല്ലെങ്കിൽ സിൻഡിക്കേറ്റിനും VCക്കും ഒക്കെ കുട്ടികളുടെ പഠനവുമൊക്കെയായി ബന്ധപ്പെട്ട് അതെങ്ങനെ മെച്ചപ്പെടുത്താമെന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ പോലും നഷ്ടമാകുന്ന വിധമാണ് ഈ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത്. ആരുടെ ഭാഗത്തെ പിടിവാശിയോ നിലപാടുകളോ ഒക്കെ ആയാലും ഇതെല്ലാം അത്യന്തികമായി ബാധിക്കുന്നത് വിദ്യാർത്ഥികളെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ജിബിൻ തുടരുന്നുണ്ട്. ജിബിൻ, SFI പ്രവർത്തകർ രാജ്ഭവൻ മാർച്ചിലേക്കായി പോയിട്ടുണ്ടോ? കവാടത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തകർ ഒഴിഞ്ഞോ? എന്താണ് ഇതിലൊരു വ്യക്തത വരാതെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ ഈ രജിസ്ട്രാർ പദവി? ഇത് ശരിക്കും ആരാണ് സർവകലാശാലയുടെ രജിസ്ട്രാർ ഇപ്പോൾ? ദിവിഷ്, അത് തന്നെയാണ് നിലവിൽ ഈ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് മുന്നിലുണ്ടായിരുന്ന പ്രതിഷേധക്കാർ ഇപ്പോൾ നിന്ന് പിന്തിരിഞ്ഞു പോയിരിക്കുകയാണ്. SFI DYFI പ്രവർത്തകർ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരു അല്പസമയത്തിനുള്ളിൽ തന്നെ ASFന്റെ ഒരു മാർച്ച് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നേരത്തെ ASF പ്രവർത്തകർ ഒരു പ്രതിഷേധവുമായി എത്തി യൂണിവേഴ്സിറ്റിക്ക് അകത്തേക്ക് അവർ കയറിയിരുന്നു. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു. 25ഓളം വരുന്ന അകത്തേക്ക് കയറി പോലീസുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധക്കാരെ പോലീസ് പൂർണ്ണമായി അറസ്റ്റ് ചെയ്ത് നീക്കി. അതിനിടെയാണ് DYFIയുടെ പ്രതിഷേധം ഉണ്ടായത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ASFന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി മാർച്ച് ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. യൂണിവേഴ്സിറ്റി ആസ്ഥാന മന്ദിരത്തിന് മുന്നിലേക്ക്, യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിന് മുന്നിലേക്ക് ASF പ്രവർത്തകർ വീണ്ടും എത്തുകയാണ്. അകത്തുണ്ടായിരുന്ന AYFന്റെ പ്രതിഷേധമാണ് ക്യാമ്പസിനകത്തേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും പോലീസിന് തടയേണ്ടി വരും. വീണ്ടും ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. AYF പ്രവർത്തകർ സർവകലാശാല ക്യാമ്പസിന്റെ കവാടത്തിന് പുറത്തെത്തിയിരിക്കുന്നു. നേരത്തെ DYFI SFI പ്രതിഷേധം കണ്ടാണ് അവർ അവിടെ നിന്ന് തിരിഞ്ഞു പോയിരിക്കുന്നത്. അവർ രാജ്ഭവൻ മാർച്ചിലേക്ക് പോയിരിക്കുന്നു. കൊടികൾ ബാരിക്കേഡുകളിൽ കുത്തിവെച്ചുകൊണ്ട് പ്രതിഷേധത്തിലേക്കാണ്. DYFI SFI പ്രവർത്തകർ അത്ര അംഗബലമില്ല, പക്ഷേ പ്രതിഷേധം തുടരുകയാണ് ക്യാമ്പസിന് പുറത്ത്. ജിബിൻ, തുടരാം. എനിക്ക് തോന്നുന്നു SFI DYFI പ്രവർത്തകർ രാജ്ഭവൻ മാർച്ചിലേക്ക് പോയതുകൊണ്ടാകണം AYFുകാർ ഇപ്പോൾ കവാടത്തിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്, അല്ലേ? അത് തന്നെയാണ് ദിവിഷ്.
അടുത്തിങ്ങോട്ടേക്ക് എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നുവെങ്കിലും പോലീസ് അതിനെ ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തകർക്ക് അകത്തേക്ക് കയറാൻ സാധിച്ചിരുന്നു. അത് മാത്രമല്ല, നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം കൂടി നൽകിയിരുന്നു. യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിനകത്തേക്ക് കയറരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിഷേധക്കാർ പിന്നീട് ഇവിടെ കുത്തിയിരുന്നു കൊണ്ട് അവരുടെ പ്രതിഷേധം അറിയിച്ച ശേഷം അല്പസമയത്തിനകം രാജ്ഭവനിൽ മുന്നിൽ നടക്കാനുള്ള SFI DYFI മാർച്ചിലേക്ക് അവർ പോവുകയും ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഗേറ്റിനും ആ പരിസരത്ത് നിന്ന് SFI DYFI പ്രവർത്തകർ പൂർണ്ണമായി പോവുകയും ചെയ്തു. ആ സമയത്താണ് AIYFന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് എത്തിയിരിക്കുന്നത്. നേരത്തെ AISFന്റെ നേതൃത്വത്തിൽ അകത്തുണ്ടായിരുന്ന പ്രതിഷേധക്കാരെ പോലീസ് പൂർണ്ണമായി അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. അതിനൊക്കെ ഒടുവിലാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ മുൻവശത്ത് ഒരു സമാധാന അന്തരീക്ഷം കടന്നു വന്ന ആ ഒരു സന്ദർഭത്തിൽ തന്നെയാണ് ഇപ്പോൾ AIYF ഒരു പ്രതിഷേധവുമായി യൂണിവേഴ്സിറ്റിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ അക്രമാസക്തമല്ല മാർച്ച് എന്ന് പറയുന്നത്. പക്ഷേ പ്രവർത്തകർ ഈ യൂണിവേഴ്സിറ്റി ഗേറ്റിന് മുന്നിൽ ഇപ്പോൾ നിന്നുകൊണ്ട് മുദ്രാവാക്യം മുഴക്കുകയാണ്. ദിവിഷ്, ഇതാണിപ്പോൾ സർവകലാശാലയ്ക്ക് മുൻപിലുള്ള കാഴ്ച. ഉള്ളിലുള്ള പ്രതിഷേധങ്ങൾ തൽക്കാലം അവസാനിച്ചിരിക്കുന്നു. AIYFന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ സർവകലാശാലയ്ക്ക് മുമ്പിൽ കാണുന്നത്. പ്രവർത്തകരുടെ എണ്ണം കുറവ്, പോലീസ് അങ്ങനെ ബലം പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. പക്ഷേ നേരത്തെ SFI DYFI പ്രവർത്തകർ സംഘടിച്ചെത്തിയപ്പോൾ അത് വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് പോയിരുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കാതെ നോക്കിയില്ലായിരുന്നു. പിന്നീട് പ്രവർത്തകർ രാജ്ഭവൻ മാർച്ചിലേക്ക് പോയതോടുകൂടിയിട്ടാണ് AIYFന്റെ ഒരു പ്രതിഷേധം ഇവിടെ കാണുന്നത്. ഉള്ളിൽ AISFന്റെ പ്രതിഷേധം നേരത്തെ നടന്നു. അവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയും ചെയ്തു.